പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിയമപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിൽ ക്രമസമാധാന പാലനം ഭരണഘടനാനുസൃതമായും നിയമപരമായും നടക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണഘടനാനുസൃതമായി ഖജനാവിൽ നിന്ന് പണം വാങ്ങി പണം ശമ്പളമായി കൊടുത്ത് സർക്കാർ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനം. ആ പോലീസ് സംവിധാനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും നിയമം ലംഘിക്കുന്നവർക്ക് വേണ്ടിയും ഭരണകൂടത്തിന് വേണ്ടിയും വിടുവേല ചെയ്താൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ സാധാരണ ജനങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെ സംരക്ഷിക്കാൻ വരുന്നവൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നവനോടൊപ്പം ചേർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, പോലീസ് സംരക്ഷണയിൽ നടന്നു പോകുന്ന നമ്മൾക്കെതിരെ ഒരാക്രമണം ഉണ്ടാകുമ്പോൾ ആ ആക്രമണകാരിയുടെ കൂടെ നമുക്ക് പോലീസ് സംരക്ഷണം നൽകേണ്ട പോലീസ് ചേർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, നമ്മൾ നിസ്സഹായരായി നിൽക്കാനല്ലേ നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നിലനിർത്തിയിരിക്കുന്ന ക്രമസമാധാന പാലനം നടത്താൻ വേണ്ടി നിലനിർത്തിയിരിക്കുന്ന പോലീസ് സംവിധാനം നമ്മളെ സംരക്ഷിക്കുന്നതിന് പകരം നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആക്രമണകാരികളോടൊപ്പം നിൽക്കുന്ന ഒരു അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയില്ലേ? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലനിർത്തിയിരിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് പല DGPമാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തസ്തിക എന്ന് പറയുന്നത് ക്രമസമാധാന പാലന ചുമതലയുള്ള DGP. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിലെ തസ്തിക. അതായത് ക്രമസമാധാന പാലനം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമമായ അധികാരി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥനാണ്. ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തു പ്രശ്നം വന്നാലും അതിന്മേൽ അടിയന്തരമായി ജനങ്ങൾക്കനുകൂലമായി ശരിയുടെ പക്ഷത്തു നിന്ന് നിയമവിരുദ്ധമായി ഭരണഘടനാനുസൃതമായി നിലപാടെടുക്കേണ്ടയാളാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ആ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കും നിയമം ലംഘിക്കുന്നവർക്കും ഒപ്പം നിന്ന് വിടുവേല ചെയ്താൽ എന്താവും സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. ഒരു പോലീസുകാരൻ കള്ളൻ്റെ കൂടെ നിൽക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടറോ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ കള്ളൻ്റെ കൂടെ നിൽക്കുന്നത് പോലെയല്ല. ഒരു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അതായത് പോലീസിൻ്റെ ഏറ്റവും അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിയമലംഘകരുടെ ഒപ്പം നിന്നാൽ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്താവും? അതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ആ കസേരയിൽ അമർന്നിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമുക്കുണ്ട്. അയാളുടെ പേര് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അതാണ് അയാളുടെ പേര്. അയാളെ എവിടെയെങ്കിലും തപ്പിയാൽ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സുഹൃത്തുക്കളെ, എവിടെയെങ്കിലും അയാളുടെ സാന്നിധ്യമുണ്ടോ? അയാളെ എവിടെയെങ്കിലും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ലോകനാഥ് ബെഹ്റ, അയാളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ. പക്ഷേ എങ്കിലും അയാളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുപോലും കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനല്ലേ ഇന്ന് കേരളത്തിലെ DGP? എന്താണ് അയാളുടെ ജോലി? എന്തിനാണ് അയാളെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്? എന്തിനാണ് അയാൾക്ക് ഖജനാവിൽ നിന്ന് പണം ശമ്പളമായി കൊടുക്കുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്തിനാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്? എത്രയോ ലക്ഷം രൂപ അയാൾക്ക് ശമ്പളം ഉണ്ടാവും. എന്തുമാത്രം ആനുകൂല്യങ്ങളുണ്ടാവും, എന്തുമാത്രം അധികാരങ്ങളുണ്ടാവും അയാൾക്ക്. അയാളെ അവിടെ നിയമിച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ മാനം മര്യാദയായി നാട്ടിൽ ജീവിക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയല്ലേ സുഹൃത്തുക്കളെ? അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ഞാൻ 3 മാസം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇയാൾ P. ശശിയുടെ കുറ്റിച്ചൂലാണോ ഈ DGP എന്നൊരു ചോദ്യം 3 മാസം മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. ഇനി ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്നാണ് എനിക്ക് അറിയാത്തത്. ഞാൻ രാവിലെ ആലോചിച്ചപ്പോൾ ഈ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി വല്ല പുല്ല് പറിക്കുകയോ കിളയ്ക്കുകയോ ചെയ്താൽ പോരെ ഇയാൾക്ക് എന്ന് ചോദിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരു തമ്പ് കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കും. ഇയാൾ എന്തിനാണ് കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുക. നിയമം ലംഘിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ള ജോലിയാണോ ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിനുള്ളത്? ഞാൻ ചോദിക്കുക. സാമാന്യ യുക്തിയില്ലേ അയാൾക്ക്?
അയാളുടെ തലയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ഗ്രേ മാറ്ററില്ലേ, തലച്ചോറില്ലേ അയാളുടെ തലയ്ക്കകത്ത്? ചിന്തിക്കണ്ടേ അയാൾ എന്തിനാണ് ഗവൺമെൻറ്റിന് വേണ്ടി ഈ വിടുവേല ചെയ്യുന്നത്? ഇത്ര കാലമായി അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ സംഭവങ്ങളുണ്ടായി. മറ്റേ എന്താണ് കേരള സദസ്സം എന്നും പറഞ്ഞ എന്തോ ഒരു വൃത്തികെട്ട പരിപാടി നടത്തി, അതിനെതിരെ അതിനെതിരെ പ്രതിഷേധിച്ചവരുടെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. അയാൾ ഏത് മാളത്തിലായിരുന്നു അയാൾ? അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ക്രൂരമായി മർദ്ദിച്ചു. അയാൾ ഏത് മാളത്തിലായിരുന്നു? ആർഷോ എന്ന് പറഞ്ഞൊരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അയാൾ ഗവർണറെ തെമ്മാടി ചെറ്റെന്ന് വിളിച്ചു. അയാൾ ഏത് മാളത്തിലായിരുന്നു? അയാളുടെ ജാമ്യം റദ്ദാക്കേണ്ട സമയമുണ്ടായിരുന്നു. അന്ന് പോലീസ് എവിടെയായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അനധികൃതമായി പോലീസ് നിലപാടെടുത്തു. ഇയാൾ എവിടെയായിരുന്നു? ഇപ്പോൾ ഏറ്റവും അവസാനം ഈ യദുവിൻ്റെ കാര്യത്തിലും ഏത് മാളത്തിലായിരുന്നു നിങ്ങൾ? എവിടെയാണ് നിങ്ങൾ? ദർവേഷ് സാഹിബ്, നിങ്ങൾ എവിടെയാണ്? 26-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. പരാതി തന്നു ഡ്രൈവർ പോലീസിൽ. എന്തിനാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ചിരക്കാനാണോ അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളോട്. നിങ്ങൾക്ക് അധികാരമില്ലാഞ്ഞിട്ടാണോ? അധികാരം സുപ്രീം കോടതി തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? നിങ്ങൾ ഭരണകൂടത്തിന് വേണ്ടി ഭരണകൂടത്തിൻ്റെ കാല് നക്കാനാണെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി ആ പണി ചെയ്താൽ പോരെ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നതിന് പകരം പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി വല്ല കിളയ്ക്കുകയോ പുല്ല് പറിക്കുകയല്ലായിരുന്നു ദർവേഷ് സാഹിബ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് ആ യദു എന്ന് പറഞ്ഞ ഡ്രൈവറെ അയാളുടെ ജോലി കളയാൻ നിങ്ങൾ ശ്രമിക്കുന്നു, അയാളുടെ ലൈസൻസ് ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്താണ് പോലീസിൻ്റെ പണി? പി ശശിയുടെ കാല് നക്കലാണോ ഈ ദർവേഷ് സാഹിബിൻ്റെ ജോലി? ആണോ? പി ശശി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ആളാണ് നിങ്ങൾ. 3 മാസം മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു. ഞാനിപ്പോഴും നിങ്ങളെക്കുറിച്ച് അത് ചോദിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലേ ദർവേഷ് സാഹിബ്? നിങ്ങൾക്ക് ഈ പണിയിൽ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോവുക. നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുക. എത്ര അന്തസ്സായിരിക്കും അത്? പക്ഷെ നിങ്ങളെ ജനങ്ങൾ വെറുക്കുകയാണ്, നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് എന്ന് മനസ്സിലാക്കണം ദർവേഷ് സാഹിബ്. മാന്യരായിട്ടുള്ള DGPമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട് നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ. ആ കസേരയുടെ മാന്യതയും മഹത്വവുമാണ് ദർവേഷ് സാഹിബ് നിങ്ങൾ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭരണകൂടത്തിന്, നിങ്ങൾ പിണറായി വിജയൻ്റെയും ശശിയുടെയും കാൽക്കൽ പോയി കുമ്പിട്ട് മുട്ടു വളച്ച് മൂട്ടേ മുട്ടിച്ച് നിങ്ങൾ കിടന്നെഴയുകയാണ് ഈ ദർവേഷ് സാഹിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു SHO ആയിരിക്കാനുള്ള യോഗ്യത പോലുമില്ല. അയാൾക്ക് നട്ടല്ലില്ല അയാൾക്ക് വാഴനാര് പോലുമില്ല ആ സ്ഥാനത്ത്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഇയാളോട് പറയാനുള്ളത്, ഈ കഴിവ് കെട്ടവനോട് പറയാനുള്ളത്, അയാൾ ഈ സ്ഥാനത്ത് നിന്ന് മാറി വല്ല പിണറായി വിജയൻ്റെ അവിടെ ക്ലിഫ് ഹൗസിൽ പോയി അവിടെ വല്ല പുല്ല് പറിക്കുകയോ തൂമ്പെടുത്ത് കിളയ്ക്കുകയോ ആണ് അയാൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അയാളോട് സൂചിപ്പിക്കാനുള്ളത്.